നിവിൻ പോളി ദുബായിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു എന്ന് പരാതിക്കാർ ഉന്നയിച്ചത്. പക്ഷെ ആ സമയങ്ങളിലെല്ലാം നിവിൻ പോളി ഉണ്ടായിരുന്നത് ദുബായിലല്ല കൊച്ചിയിലായിരുന്നു എന്നതിന്റെ തെളിവുകളാണ് ഇപ്പൊ അക്ഷരാർത്ഥത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷമിക്കണം, എനിക്കൊരു അല്പം ബുദ്ധിമോശം മാവിൽ പറ്റിപ്പോയി. ഇതോടെ ഈ യുവതിയുടെ ആരോപണം പൊളിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഈ ആരോപണം പൊളിഞ്ഞു പാളീസ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ നമ്മുടെ നിവിൻ പോളിക്കെതിരെയുള്ള യുവതിയുടെ പീഡന ആരോപണം ചീട്ടുകൊട്ടാരം പോലെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു? പ്രധാനമന്ത്രി. എന്തായാലും പുള്ളിക്കാരി പറഞ്ഞ തീയതികൾ ഇപ്പൊ പുള്ളിക്കാരിക്ക് വിനയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരി പറഞ്ഞ ഡേറ്റിൽ നിവിൻ പോളി ഉണ്ടായിരുന്നത് ദുബായിലല്ലായിരുന്നു, കൊച്ചിയിലെ ക്രൗൺ പ്ലാസ ഹോട്ടലായിരുന്നു. എറണാകുളം ന്യൂക്ലിയസ് മാളിലായിരുന്നു ഷൂട്ടിംഗ്. 15-ന് പുലർച്ചെ 3 മണിവരെ നിവിൻ തന്നോടൊപ്പം ഉണ്ടായിരുന്നു. യാഥാർത്ഥ്യം ഉടൻ തെളിയണമെന്നും വിനീത് ശ്രീനിവാസൻ പറഞ്ഞു. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോളാം പാർട്ടികളെ. എന്തായാലും നിവിൻ പോളി കൊച്ചിയിലാണ് എന്നതിനുള്ള തെളിവുകളെല്ലാം പുറത്തുവിട്ട് നിവിന് വേണ്ടി ഇപ്പൊ സംസാരിച്ച് രംഗത്ത് വന്നത് മറ്റാരുമല്ല, വിനീത് ശ്രീനിവാസനാണ്. വ്യാജ ആരോപണവുമായി വരുന്ന ആൾക്കാർക്ക് ഇതിലൂടെ ആക്ഷൻ എടുക്കണം, എന്നാൽ ഇവരൊക്കെ പഠിക്കത്തുള്ളൂ. നീ എന്തിനാ ഈ തരികട കാണിക്കുന്നത്? എന്തിന് ഏതിന് എന്നൊന്നും എന്നോട് ചോദിക്കണ്ട, പറയാൻ എനിക്ക് സൗകര്യമില്ല. ഇതിപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം എത്രാമത്തെ വ്യാജ ആരോപണമാണ്? എന്തോ അവസരം മുതലാക്കണ പോലെ. നിന്നെ ഒന്നിൽ വീട്ടുകാരെ പേടി വേണം, അല്ലെങ്കിൽ നാട്ടുകാരെ ധിക്കാരി. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നമസ്കാരം കേട്ടോ, പോവാൻ മോനെ.